ഞാൻ ഡിസംബർ 31 ഞാൻ മരിക്കണം എന്ന് വിചാരിച്ചു. ഓരോ ദിവസവും ഞാൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞാണ് മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. എല്ലാം കേൾക്കുന്നുണ്ട്, കണ്ണുനീര് ഞാൻ അറിയാതെ പുറത്തേക്ക് ഒഴുകാണ്. കാരണം എന്നെ അത് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. ദൈവം എന്നെ ഇവിടെ വരുത്തിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. കറക്റ്റായിട്ടുള്ള പ്ലേസിലേക്ക് ദൈവം എന്നെ കൊണ്ട് എത്തിച്ചു. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, ഇല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ ആ ഒന്നുമല്ല, ആരുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ അപ്പനെയും കൂട്ടിയാണ്. പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷാ ധ്യാനം. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുപാട് തളർന്നു വന്നിട്ട് അവസ്ഥയായിരുന്നു. തലയിൽ കൈസ്മിക്ക് അറിയത്തില്ല, ഒരു ശക്തി വന്ന അടിയൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു ഇലക്ട്രിക്കലായിട്ടുള്ള ഒരു അനുഭവം അടിയിലുണ്ടായി. അപ്പം തന്നെ ഒരു സമാധാനം, ഒരു ദൈവിക സമാധാനം അനുഭവിച്ചു. അടുത്ത ധ്യാനം ഫെബ്രുവരി 2 മുതൽ 8 വരെ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ പ്രയാസത്തിലായിരുന്നു ഇവിടെ കടന്നു വന്നത്. അതിൻ്റെ എല്ലാം പരിഹാരം ദൈവം ഇവിടെ വന്നപ്പോൾ എൻ്റെ തന്നെ എനിക്ക് ലഭിക്കാനിടയായ എൻ്റെ നന്മകളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ കാൽമുട്ട് വേദന, ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ക്ലിനിക്കിൻ്റെ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുട്ടുവേദന എങ്ങോട്ട് പോയിന്നറിയില്ല, കൈവേദന മാറി. അതുപോലെ വല്ലാത്തൊരവസ്ഥയിൽ വേദനിച്ച എല്ലാ ഭാരങ്ങളിൽ തന്നെ സ്വർഗ്ഗം വിടുവിച്ചു. ആ പ്രാർത്ഥിക്കുമ്പോഴും ഞാനൊരു ശക്തി എൻ്റെ മേലെ വന്നു, ഒരു പ്രത്യേക അനുഭവം പ്രാപിച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഒരു ആശ്വാസം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഇവിടെ കയറി വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വർഗത്തിലെ പിതാവിനെ കിട്ടി. ആ ഇന്നർ ക്ലീനിങ്ങിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതെല്ലാം ഞാൻ അപ്പനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഇപ്പോൾ ഒരു ആന്തരിക സൗഖ്യം ദൈവം തന്നു. ആ ഒരു സന്തോഷത്തെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആ ഒരു ശക്തി എന്നിൽ അനുഭവപ്പെടുകയും കൂടുതൽ എനിക്ക് പുറമേ ആ മരുന്നുകളിൽ കിട്ടിയ ആ ഒരു സൗഖ്യത്തിനെക്കാട്ടിയും കൂടുതൽ അകമേ എനിക്ക് ഒരു സൗഖ്യത്തെ ദൈവം തന്നതിനെ ദൈവത്തോട് നന്ദി പറയുന്നു. സത്യത്തിലൊരു ജീവനുള്ള വചനം ഇവിടെ വന്നപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ അറിഞ്ഞതും കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ, മർമ്മങ്ങളെ വെളിപ്പെടുത്താൻ ഈ വചന പ്രഭാഷണത്തിലൂടെ അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഈ അവസരം നഷ്ടമാക്കരുത്.